ടി വി പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ഈ ശനിയാഴ്ച കോലഞ്ചേരിയിൽ 2015 ജനുവരി 31 ശുശ്രൂഷകൾ രാവിലെ 10-ന് സെയിന്റ് പീറ്റേഴ്സ് കോളേജ് ഇൻഡോർ സ്റ്റേഡിയം. ടി വി പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും പിറവത്ത് 2015 ഫെബ്രുവരി 7 അടുത്ത ശനിയാഴ്ച ശുശ്രൂഷകൾ രാവിലെ 10-ന് മാം ഓഡിറ്റോറിയം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് തൃശൂർ 2015 ഫെബ്രുവരി 12 മുതൽ 15 വരെ വ്യാഴം, വെള്ളി, ശനി, ഞായർ ശുശ്രൂഷകൾ രാവിലെ 10-നും വൈകിട്ട് 6-നും കാസിനോ ഓഡിറ്റോറിയം, ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപം. ആരാധന, വിടുതൽ ശുശ്രൂഷ, വചന പ്രഘോഷണം. തങ്കു ബ്രദറും തോമസൂട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. പാടുമെന്റെ നാഥനായി നവകീർത്തനം ഇനി എന്നുമേ നിറയുന്ന ഹൃദയമാകെ നന്ദിയാശീലന്നേശുനാഥൻ ശാപമാകെ ഏറ്റതാ മുള്ളുകൊണ്ടുള്ളോർ മുടിയായി ഏറ്റതാ സമൃദ്ധിയേകിടാൻ ദരിദ്രനായതും ജീവനേകാൻ ഉയർത്തെഴുന്നതും എൻ പാപവും ശാപവും ഒഴുകി കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. ഇന്ന് പ്രഭാതത്തിൽ വളരെ സന്തോഷത്തോടെ ഞങ്ങൾക്ക് ഒന്നിച്ചായിരിക്കാൻ കർത്താവ് അനുവദിച്ചു. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു റിപ്പബ്ലിക് ഡേയും കൂടെ നമുക്കൊന്നിച്ച് ഇങ്ങനെ പ്രഭാതത്തിലായിരിക്കാനിടയായല്ലോ. ഇന്ത്യക്കാരനായി എന്നതിൽ എത്ര അഭിമാനത്തോടെയാണ് നമ്മളായിരിക്കുന്നത്. സോ ഓൺ എ റിപ്പബ്ലിക് ഡേ വി ആർ പ്രൗഡ് അഗെയിൻ. റിപ്പബ്ലിക് ഡേ മാത്രമല്ല, വി ഷുഡ് ബി പ്രൗഡ് ദാറ്റ് വി ആർ ഇന്ത്യൻസ്. ഇന്ത്യക്കാരനാകുന്നതിൽ അഭിമാനം കൊള്ളണം. അതിൻ്റെ കാരണം വാസ്തവത്തിൽ ഇന്ത്യയിലെ എന്ത് നടന്നാലും നമ്മൾ ഇന്ത്യയിൽ ജനിച്ചത് തന്നെ ദൈവത്തിൻ്റെ ആലോചനയാണ്. ഇറ്റ്സ് ഗോഡ്സ് പ്ലാൻ ദറ്റ് വി വർ ബോൺ ഇൻ ഇന്ത്യ. വെറുമൊരു ആചാരമായി ഒരു ദിവസം കൂടെ കഴിഞ്ഞു എന്ന് പറയാതെ ലെറ്റ് ദ സ്പിരിറ്റ് ഓഫ് ഫ്രീഡം ഡ്വെൽ ഇൻസൈഡ് ഓഫ് അസ്. വാസ്തവത്തിൽ റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പാസ്സായ ദിവസമാണല്ലോ. അതിൻ്റെ അർത്ഥം ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അതിൻ്റെ റൈറ്റ്സും അതിൻ്റെ അധികാരത്തോടു കൂടെ പലപ്പോഴും നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ റൈറ്റിന് വേണ്ടി നമ്മൾ വാദിക്കാനും തർക്കിക്കാറുമുണ്ട്. പക്ഷെ അപ്പുറത്തൊരു വശമുണ്ട്, അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങളും കൂടെ. ഉത്തരവാദിത്തം മറക്കുക. റൈറ്റ്സിന് വേണ്ടി ഭയങ്കര ബഹളമാണ്. ഉത്തരവാദിത്തത്തിനകത്ത് നിന്നാൽ റൈറ്റ്സ് ഓട്ടോമാറ്റിക്കലി അതിനകത്ത് ഫോളോ ചെയ്യും. ഈ ഭാരത രാജ്യത്തിൻ്റെ പറയുന്ന പോലെ തന്നെയല്ലേ ദൈവരാജ്യത്തിലും? അതെ അല്ലേ? നമ്മൾ ബൈബിൾ നോക്കുമ്പോൾ ദൈവരാജ്യത്തിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ തന്നെ ക്രിസ്തുവിൽ എന്തെല്ലാം പ്രിവിലേജസ്, എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമുക്കുള്ളത്. പക്ഷെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. അത് തന്നെ നമ്മുടെ രാജ്യത്തിൽ നമ്മൾ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എൻ ഇന്ത്യൻ സിറ്റിസൺ. അതിനകത്തെ പല സെക്ഷൻ വായിച്ചാൽ ഒരു ഭാരതീയ പൗരൻ്റെ ഉത്തരവാദിത്തം ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ടി വി പ്രോഗ്രാമിലൂടെ നമ്മൾ ഒരു കുടുംബാംഗമായിരിക്കും. സോ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടി പലപ്പോഴും നമ്മൾ ശബ്ദമുയർത്തുമ്പോൾ ഒരു നല്ല ഇന്ത്യ പൗരൻ്റെ റെസ്പോൺസിബിലിറ്റിയും കൂടെ നിവർത്തിക്കാൻ അതും കൂടെ പ്രതിജ്ഞ ഇന്ന് എടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുക. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വർധ മീറ്റിങ്ങിൽ പോയിരുന്നു. വർധ മീറ്റിംഗ് ഇറ്റ് വാസ് വെരി വണ്ടർഫുൾ. വർധ മീറ്റിങ്ങിൽ ചെന്നതിന് ശേഷമാണ് മനസ്സിലായത്, അവിടെ നിന്നാണ് ഗാന്ധിജി, നമ്മുടെ ദ ഫാദർ ഓഫ് അവർ നേഷൻ മഹാത്മാഗാന്ധിജി തൻ്റെ ആശ്രമത്തിൽ നിന്നും, അവിടെ ഒരു ആശ്രമമുണ്ട്, അവിടെ നിന്നാണ് ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. വി വോണ്ട് നത്തിങ് എൽസ് അതർ ദാൻ ടോട്ടൽ ഫ്രീഡം. അന്ന് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇവർ ഉൾക്കൊള്ളാൻ ഇന്ത്യ കൂടെ ചേർന്ന് ആയിക്കോട്ടെ എന്നൊക്കെ പറയാൻ വന്നപ്പം ഗാന്ധിജി പറഞ്ഞു, നോ, വി വോണ്ട്
ടോട്ടൽ ഫ്രീഡം. ഞങ്ങൾക്ക് ഇനിയും ആരും കൂട്ടുഭരണവും വേണ്ട, ഞങ്ങൾക്ക് അഭിപ്രായവും വേണ്ട, ഭാരതം ഭാരതീയരെ കൊണ്ട് ഭരിക്കും. ടോട്ടൽ ഫ്രീ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. അവിടെ നിന്നപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, അന്ന് മഹാത്മാഗാന്ധി ക്വിറ്റ് ഇന്ത്യ ഡിക്ലെയർ ചെയ്ത പോലെ ഞങ്ങൾ ക്വിറ്റ് ഇന്ത്യ, ഓൾ ദ ഡ്രഗ്സ്, ഓൾ ദി ആൽക്കഹോളിസം, ഓൾ സൂയിസൈഡ്സ്. ഇന്ന് വാസ്തവത്തിൽ ഇരുട്ടിൻ്റെ അധികാരം എന്ന് പറയുന്നത് ടെററിസം, ഇതുപോലെ മനുഷ്യനെ നശിപ്പിക്കുന്ന, ഇന്ത്യയുടെ ഭാവിയെ നശിപ്പിക്കുന്ന ഇരുട്ടിൻ്റെ പ്രവർത്തികൾ, ക്വിറ്റ് ഇന്ത്യ ഇൻ ജീസസ് നെയിം. യേശു പറഞ്ഞു, എൻ്റെ നാമത്തിൽ നിങ്ങൾ പറയുമ്പോൾ അധികാരമാണ് തന്നിരിക്കുന്നത്. ഞാൻ ആ ആശ്രമത്തിൽ നിൽക്കുമ്പോൾ ഐ റെസ്പെക്റ്റ് മഹാത്മാഗാന്ധി ഫോർ കുറച്ചുകൂടെ അവിടെ തോമസ് ബ്രദർ ഒരു മഹാത്മാഗാന്ധിയുടെ ഒരു ലെറ്റർ കസ്തൂർബ ഗാന്ധിക്ക് വേണ്ടി ഞാൻ വായിക്കാനിടയായി തീർന്നു. ഇറ്റ് റിയലി ടച്ച്ഡ് മൈ ഹാർട്ട്. മഹാത്മാഗാന്ധിജി ആ എഴുത്തിൽ എഴുതിയിരിക്കുക, ഐ നോ യു ആർ സീരിയസ്ലി ഇൽ ബട്ട് ഐ കനോട്ട് ബിക്കോസ് ദിസ് ഈസ് എ സത്യാഗ്രഹ. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാട്ട്, ദിസ് ഈസ് നോട്ട് എ പൊളിറ്റിക്കൽ ഫൈറ്റ്, ദിസ് ഈസ് ദ ഫൈറ്റ് ഫോർ റൈറ്റ്യസ്നെസ്. നീതിക്ക് വേണ്ടിയുള്ള യുദ്ധമാണ് ഞാൻ ചെയ്യുന്നത്. ഒരു പക്ഷെങ്കിൽ ഈ അസുഖം മുഖാന്തരം നീ മരിച്ചേക്കാം, പക്ഷേ എൻ്റെ പ്രതിജ്ഞയിൽ നിന്നും ഞാൻ പുറത്തു പോകാൻ എനിക്ക് പറ്റത്തില്ല. ഐ ലവ് യു സോ മച്ച് യെറ്റ് ഐ വിൽ നോട്ട് കം ടു മീറ്റ് യു. ഇറ്റ് വാസ് സത്യാഗ്രഹം നടന്നുകൊണ്ടിരിക്കുക. അവിടുന്ന് എഴുതുക ഹിസ് ഹാർട്ട് ഫോർ ഇന്ത്യ. അതാ ഒരു നീതിക്കുള്ള, ഇതൊരു രാഷ്ട്രീയ യുദ്ധമല്ല, ഇത് നീതിക്ക് വേണ്ടിയുള്ള യുദ്ധമാണ്. ഞാൻ അതിനകത്ത് ഇറങ്ങി, ഇനി പുറോട്ടില്ല. ഒരു പക്ഷേങ്കിൽ നമ്മൾ ഇനി ജീവനോടെ കാണത്തില്ലായിരിക്കാം, പക്ഷേ എനിക്ക് നിന്നെ അതുപോലെ സ്നേഹമായതുകൊണ്ട് നീ എൻ്റെ അകത്ത് എപ്പോഴും കാണും. ഇറ്റ് വാസ് റിയലി ടച്ചിങ്. ആശ്രമത്തിൽ ഞാൻ നിന്നപ്പോൾ മഹാത്മാഗാന്ധിജിയുടെ ഓരോ കാര്യങ്ങൾ അവിടെ കാണാൻ സാധിച്ചു. ബട്ട് അബവ് ഓൾ, ഞാൻ ആ ആശ്രമത്തിൽ നിൽക്കുമ്പോൾ ഐ വാസ് സെയിങ് ക്വിറ്റ് ഇന്ത്യ. ഈ ടെററിസവും ഈ ഡ്രഗ്സും ഇതിൻ്റെ പുറയിൽ ഉള്ള ഇരുട്ടിൻ്റെ പവർ, ഇതൊരു ഇൻഫ്ലുവൻസാണ്. അതാ യേശു ഒരിക്കലും ഒരു മതമല്ല പറഞ്ഞത്, സ്പിരിച്വാലിറ്റിയെ റിയാലിറ്റിയാക്കി, ആത്മീയ മണ്ഡലത്തെ യാഥാർത്ഥ്യമാക്കി നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചു യേശു. ഈ പ്രശ്നങ്ങളുടെ പുറകിൽ ഒരു സ്പിരിറ്റ്, ഒരു മണ്ഡലമാണ് പ്രവർത്തിക്കുന്നത്, മനുഷ്യരല്ല ശത്രുക്കൾ. അതാ യേശു പറഞ്ഞത്, കള്ളൻ അറപ്പാനും സാത്താൻ വരുന്നത് അറപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനുമാണ്. ഇവിടെ മനുഷ്യർ തമ്മിലാണ് വഴക്കുണ്ടാക്കും. പക്ഷേ തിരുവചനം പറയുന്നത് നമുക്ക് പോരാട്ടമുള്ളത് മനുഷ്യരോടല്ല, ഇതിൻ്റെ പുറകിൽ മനുഷ്യനെ ഈ പ്രശ്നത്തിലാക്കുന്ന, ടെററിസ്റ്റ് ആക്കുന്ന ഒരു പവറുണ്ട്, ആ അന്ധകാര ശക്തി, ആ ഇരുട്ടിൻ്റെ ലോകത്തോടാണ് നമുക്ക് യുദ്ധമുള്ളത്. അവിടെ നിന്നുകൊണ്ട് ഐ വാസ് urged to pray and I believe it has happened. ഭാരതത്തിന് വേണ്ടിയത് നീതിയുള്ള ഭരണം, നീതിയുള്ള ഒരു ഇറ്റ് ഈസ് റൈറ്റ്യസ്നെസ് ദാറ്റ് ഹാസ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ. നോട്ട് ഓൺലി ദാറ്റ്, നമ്മുടെ യൗവനക്കാരെ തകർക്കുന്ന ഡ്രഗ്സ്, ഐ ബിലീവ് ഇറ്റ്സ് നോട്ട് ഫോർ മണി. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാർ ഒരു കാര്യം ഓർക്കണം, ഇന്ത്യ നീഡ്സ് യു. പലപ്പോഴും നമുക്ക് തോന്നിയേക്കാം, ഐ ഇൻറ്ററാക്ട് വിത്ത് ലോട്ട് ഓഫ് യുവർ ഏജ്. എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് 3 പേര്. യു ആർ നോട്ട് അറ്റ് ഓൾ അൺവാണ്ടഡ്. നിങ്ങളെയും കൂടെ ഭാരതത്തിന് വേണം. ലെറ്റ് us build a new India where everything of your effort is put in. ഡ്രഗ്സ് നമ്മുടെ അല്പനേരത്തേക്ക് നമുക്ക് നല്ല സുഖമൊക്കെ തരുമായിരിക്കും നിങ്ങൾക്ക്, പക്ഷെ ഓർത്തോ, ഒരു രാജ്യത്തിൻ്റെ ഭാവിയെ അപകടത്തിലാക്കുന്നത്. അന്ന് മഹാത്മാഗാന്ധി തൻ്റെ സ്വന്തം ഭാര്യയെ കാണാൻ പോകുന്നില്ല. കസ്തൂർബ ഗാന്ധി തീരെ മേലാതെ കിടക്കുന്നു, താൻ മരണത്തോടടുത്തിരിക്കുക. പക്ഷേ മഹാത്മാഗാന്ധിയുടെ ഉള്ളിൽ ഈ നീതിയുടെ തൻ്റെ ഒരു പോരാട്ടത്തിന് വേണ്ടി താൻ അത് സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാവുക. ഇന്ന് ഞാൻ ഭാരതത്തിലെ എന്നെ കേൾക്കുന്ന യൗവനക്കാരോട് പറയാം, നമ്മൾ ഒരു സാക്രിഫൈസാണ് ചെയ്യുന്നത്. നോ, ഐ എം നോട്ട് ഗോയിങ് ടു ഹാവ് ദിസ് പ്ലഷർ ബിക്കോസ് ഐ വോണ്ട് മൈ നേഷൻ ടു ബി എ റൈറ്റ്യസ് നേഷൻ. ഇന്ന് അതിനുള്ള പ്രതിജ്ഞ എടുക്കണം. യേശുവിൽ വിശ്വസിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ ഭാരതത്തിനോട് ഇത്രയും സ്നേഹം തോന്നിയത്. ഞങ്ങൾ സുവിശേഷം അറിയിക്കുന്നതും അതിൻ്റെ പിന്നിലത്തെ
driving force is the love of Christ and the passion for India. തങ്കു ബ്രദർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഞാൻ എടുത്തു പറയട്ടെ, ഊന്നി പറയട്ടെ, ഒരിക്കൽ കൂടെ പറയട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള ആ സ്നേഹവും കമ്മിറ്റ്മെൻറ്റും കൂടാതെ നമ്മുടെ രാജ്യത്തോടുള്ള, നമ്മുടെ ഭാരതത്തോടുള്ള വലിയ സ്നേഹവുമാണ് ഞങ്ങളെ ഈ ശുശ്രൂഷയിൽ മുമ്പോട്ട് നയിക്കുന്നത്. നമ്മളുടെ പുതിയ തലമുറ പലതിലേക്ക് അവരെ വലിച്ചഴച്ചുകൊണ്ട് പോകുമ്പോൾ ആ ആത്മമണ്ഡലത്തിൽ അവർക്കൊരു വലിയ ഫ്രീഡമാണ് ക്രിസ്തു വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതാ സുവിശേഷത്തിലൂടെ കൊടുക്കുന്നത്. ഒരു മതത്തിൻ്റെ വേഷം ധരിപ്പിക്കുകയല്ല. അവരാ ഫ്രീഡത്തിലെത്തുമ്പോഴാണ്, ആ റിയാലിറ്റി കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും എൻ്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കണം. ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കും. നമ്മളെല്ലാ എപ്പിസോഡുകളിലും ദൈവവചനം കേൾക്കുന്നു, പല പല അനുഗ്രഹങ്ങൾ പ്രാപിക്കുമ്പോൾ തിരുവചനം പറയുന്ന സകലത്തിനും മുമ്പേ നമ്മുടെ രാജ്യത്തിന് വേണ്ടി, അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തെന്നാൽ ദേശത്ത് സ്വസ്ഥതയും സമാധാനം ഉണ്ടാകുവാൻ. 1 തിമോഥെയോസ് 2-ാം അധ്യായം തുടങ്ങുന്ന അങ്ങനെ നമ്മളിന്ന് അതിനുവേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം തങ്കു ബ്രദറും ഇവിടുന്ന് 100ഓളം പേരാണ് വാർത്തയിലേക്ക് പോയത്. അവർ മഹാത്മാഗാന്ധിജിയുടെ ആശ്രമം സന്ദർശിച്ചു. അവിടെയായിരുന്നു വാസ്തവത്തിൽ ഈ കസ്തൂർബായോട് അല്ലേ ലെറ്റർ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങൾ നമുക്കൊന്ന് കാണാൻ തുടർന്ന് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഒന്നിച്ച് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ മുഴുവൻ കോട്ടയത്തു നിന്നുള്ള ഞങ്ങളുടെ എല്ലാം ടീം വർധയിൽ ഒരു വളരെ അനുഗ്രഹിക്കപ്പെട്ട യോഗത്തിന് വന്നതിന് ശേഷം മടക്കയാത്രയിൽ ഞങ്ങൾ സേവാഗ്രാം എന്ന് പറയുന്ന മഹാത്മാ ഗാന്ധി, അദ്ദേഹം നമ്മുടെ രാഷ്ട്രപിതാവാണല്ലോ, അദ്ദേഹം ഇവിടെ വന്ന് 1942 ഇവിടെ നിന്നാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ആരംഭിച്ചത്. ഭാരതത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം, ഇനിയും ഒരു തരത്തിലും കോംപ്രമൈസ് ഇല്ലാതെ പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്ന് 1942 ഇവിടെ വെച്ചാണ് പ്രഖ്യാപനം നടത്തിയത്. 1936 താൻ ഇവിടെ വന്നത്. എൻ്റെ പുറയിൽ കാണുന്നത് അദ്ദേഹം താമസിക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ വരികയും ഭക്ഷണം കഴിക്കുന്നതൊക്കെ ബാപ്പു കുട്ടി എന്ന ഇതിൻ്റെ പേര്, ബാപ്പു കുട്ടി, ബാപ്പുവിൻ്റെ കുടില്. ഒരാൾ കാണിച്ച സഹിഷ്ണുത കൊണ്ട്, ഒരാൾ കാണിച്ച മാതൃക കൊണ്ട് ഒരു രാജ്യത്ത്, ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി മഹാത്മാഗാന്ധിയെ ദൈവം ഉപയോഗിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം തൻ്റെ പല പ്രിൻസിപ്പിൾസും യേശുക്രിസ്തുവിൻ്റെ പഠിപ്പീരുകളാണ് തൻ്റെ ജീവിതത്തിൽ അനുകരിച്ചിരുന്നത്. പല 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 പഠിപ്പീരുകൾ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു. താൻ ഇങ്ങനെ പറയായിരുന്നു, ഒരു ജീവിക്കുന്ന ക്രിസ്ത്യാനിയെങ്കിലും കാണാൻ പറ്റുമായിരുന്നെങ്കിൽ. തൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ കേൾക്കാനിടയായി തീർന്നു. ഇവിടുന്നാണ് തന്നെ അറസ്റ്റ് ചെയ്തതും തന്നെയും തൻ്റെ ഭാര്യ കസ്തൂർബയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ ഇടയായി തീർന്നത്. സേവാഗ്രാമിൽ ഇന്നും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ഗന്ധമുണ്ട്. അഹിംസയുടെയും അക്രമരാഹിത്യത്തിൻ്റെയും ഗന്ധം.
ഇവിടെ 1942 ഭാരതത്തിന് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ആരംഭിച്ചെങ്കിൽ ഇന്ന് ഞങ്ങൾ മുഴുവൻ ടീമും ഇവിടെ നിന്ന് ഭാരതത്തിൻ്റെ ദൈവമഹത്വം ഇറങ്ങി, ഭാരതത്തിൻ്റെ ദാരിദ്ര്യം, ഭാരതത്തിൻ്റെ പല ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും നമ്മെ കർത്താവ് രക്ഷിച്ചു എന്ന് പറയുമ്പോൾ, ഇരുട്ട് മാറുമ്പോൾ വെളിച്ചം വരുന്ന, സോ ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് എങ്ങനെയാണോ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ആരംഭിച്ചത്, അതുപോലെ തന്നെ ഞങ്ങളും പറയുന്നത് അന്ധകാരത്തോട് ഈ രാജ്യത്തെ വിട്ടുമാറി ദൈവത്തിൻ്റെ വെളിച്ചം ഈ രാജ്യത്തിൽ വരുമ്പോൾ എല്ലാ മേഖലകളിലും പുരോഗതി ഉണ്ടാകും. മാത്രമല്ല, സുവിശേഷം എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെ പ്രചാരണമല്ല. സുവിശേഷം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വെളിച്ചം ഒരു ഭാഗത്ത് വരുന്നത്. അതുകൂടെ ഞാൻ സുവിശേഷം പറയുന്നത് ഭാരതത്തെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട്. സോ ഞാൻ വിശ്വസിക്കുന്നത് വെറുതെ ഇവിടെ വന്നതല്ല, ഒത്തിരി കാര്യങ്ങൾ കാണാൻ സാധിച്ചു. മാത്രമല്ല ചില തത്വങ്ങൾ പഠിക്കാനും ഇവിടെ പറ്റി. ഗാന്ധിജിയുടെ ദൃഢനിശ്ചയങ്ങളും ദർശനങ്ങളിൽ പലതും ഉടലെടുത്ത ഈ മണ്ണിലൂടെ ഞങ്ങൾ നടന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം എന്ന അഭിമാനത്തോടെ. ഒരു വലിയ അനുഭവമായിരുന്നു. ആശ്രമത്തിൽ ചെന്നപ്പോൾ മഹാത്മാഗാന്ധിജിയുടെ ഒത്തിരി നാൾ താമസിച്ചില്ല, കുറച്ച് നാളേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇറ്റ് വാസ് ഫ്രം ദാറ്റ് പ്ലേസ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ആരംഭിച്ചത്. ഇന്ന് വീണ്ടും റിപ്പബ്ലിക് ഡേ ആണല്ലോ. ഇറ്റ് ഈസ് മൈ പാഷൻ. ഐ ലവ് ഇന്ത്യ സോ മച്ച്. ഇത് വെറുതെ എന്നാ പറയേണ്ട സേക്കിന് പറയുകയല്ല. ഇറ്റ് ഈസ് ഇൻ മീ. അത് കൂടിയത് യേശുവിനെ ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ, യേശുവിൻ്റെ പർപ്പസ് തിരിച്ചറിഞ്ഞപ്പോഴാണ്. വചനത്തിൽ മനസ്സിലായത് ദൈവം എന്നെ ഇവിടെ ജനിപ്പിച്ചു. വിച്ച് മീൻസ് ഐ എം പ്രൗഡ് ഐ എം ഇൻ ഇന്ത്യ. ഈ ദിവസങ്ങളിൽ നമ്മൾ ഭാരതത്തിന് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കണം. വി വോണ്ട് ടു സീ ഇന്ത്യ റൈസ് ആസ് എ ന്യൂ ഇന്ത്യ. ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം ഭാരതത്തെയും ഭരണകർത്താക്കന്മാരെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഐ എം എക്സൈറ്റഡ് ടു സീ എ ന്യൂ ഇന്ത്യ റൈസ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തിരുവചനത്തിൽ നിന്ന് ഒരു വാക്യം മാത്രം വായിക്കുന്നു. 1 തിമോത്തിയോസ് 2 ആദ്യ 1-2 വാക്യങ്ങൾ. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഭയത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവിതം കഴിക്കേണ്ടതിന്, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രം ചെയ്യണമെന്ന് ഞാൻ സകലത്തിനും മുമ്പേ പ്രബോധിപ്പിക്കുന്നു. ഇംഗ്ലീഷിൽ തുടങ്ങുമ്പോൾ മുമ്പേ ഞാൻ പറയുന്നത്, എല്ലാത്തിനും മുമ്പേ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിപ്പീൻ. തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, അതായത് നമ്മൾ എന്ത് ചെയ്യുന്ന മുമ്പേ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും രാജ്യത്തെ ഭരിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അതാ യേശുക്രിസ്തുവിൻ്റെ മനസ്സ്, ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ വരുമ്പോൾ വി ബിക്കം സോ പേട്രിയോട്ടിക്, രാജ്യത്തെ സ്നേഹിക്കുന്നവരായിത്തീരും. നമ്മുടെ ഓരോ പ്രോഗ്രാമിനും ജനഗണമന പാടി, നാഷണൽ ആന്തം പാടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി മാർട്ടിയേഴ്സായ എത്രയോ പേര് വിധവകളായി, എത്രയോ അനാഥരായി. എന്നാൽ അവരൊന്നും പുറകോട്ട് പോയില്ല. അവർ രാജ്യത്തിന് വേണ്ടി മുന്നേറി. ഇന്ന് റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്ത ദിവസമാണ്. നമ്മൾ രാജ്യത്തിൻ്റെ റൈറ്റ്സ് അറിയണം, റൈറ്റ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്യണം. അപ്പോൾ തന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും മനസ്സിലാക്കണം. നമുക്ക് ചേർന്ന് ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരു മനസ്സോടെ ഇന്ന് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങയുടെ വചനം പറയുന്നു, അങ്ങാണ് ഞങ്ങളെ ഈ ഭൂമിയിൽ, ഈ ഭാരതത്തിൽ ജനിപ്പിച്ചത്. അതിന് ജനിപ്പിച്ചിരിക്കുന്നത് ഈ ദേശത്തിൻ്റെയും അനുഗ്രഹത്തിനും ഈ ദേശത്തിൻ്റെ നന്മയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടിയാണല്ലോ. ഇന്ന് കർത്താവെ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ
ചേർന്ന് ഇന്ത്യയെയും ഭരിക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ദിവസം വെറും ഒരു ഓർമ്മയല്ല, അകത്ത് ഒരു പാഷൻ ഇഗ്നൈറ്റ് ചെയ്യുവാൻ കർത്താവ് സഹായിക്കണം എന്ന് യേശു മുഖാന്തരമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ എല്ലാവരും ഇന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചേർന്ന് ഞങ്ങളുടെ രാജ്യം ലോകരാജ്യങ്ങളിൽ ഏറ്റവും ഉയർന്നിരിക്കുവാൻ, ഇവിടെ സമാധാനം പുലരുവാൻ, അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ വായിച്ചതുപോലെ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ടെററിസത്തിൽ നിന്നും ഞങ്ങളുടെ രാജ്യത്തെ വിടുവിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ പുതിയ തലമുറ കർത്താവെ, ഞങ്ങൾ കേട്ടതുപോലെ ആ രാജ്യസ്നേഹികളായി, ആ ദൈവസ്നേഹമുള്ളവരായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ് കർത്താവെ. അപ്പോൾ തന്നെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പിതാവേ, അങ്ങയുടെ കരം നീട്ടി അനുഗ്രഹിക്കണം. അങ്ങയുടെ സാന്നിധ്യത്തിൽ സൗഖ്യമുണ്ട്, വിടുതലുണ്ട്. ഇപ്പോൾ തന്നെ ശാരീരികമായ എല്ലാ അസ്വസ്ഥതകളും മാറട്ടെ. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്നും എല്ലാ വേദനയും പ്രയാസവും പൂർണ്ണമായി മാറട്ടെ. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കരുണയിൽ സൂക്ഷിക്കണം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സ്മൈൽ ഇന്ത്യ സ്മൈൽ, നമ്മുടെ ജോയ്ഫുൾ ജനറേഷൻ ഇന്ന് ലോഞ്ച് ചെയ്യുന്ന സ്മൈൽ ഇന്ത്യ സ്മൈലിൽ ഞാനും പങ്കാളിയാണ്. ഞങ്ങൾ ചേർന്ന് ഒരു കാര്യം ഇന്ന് തീരുമാനിച്ചു. അവർ പറഞ്ഞിരിക്കുന്നത്, ജോയ്ഫുൾ ജനറേഷൻ പറയുന്നത്, എ സ്മൈൽ ക്യാൻ ചേഞ്ച് എവറിഥിങ്, എ സ്മൈൽ ക്യാൻ ചേഞ്ച് ലൈഫ്സ്, എ സ്മൈൽ ഈസ് എ ബിഗ്ഗസ്റ്റ് ഡീടോക്സ്. We believe it, and so we are joining the joyful generation on a smile. So ഇന്ന് മുതൽ ഞാനും തോമസ് കുട്ടി ബ്രദറും ചേർന്നു, നിങ്ങൾ ഓരോരുത്തരും ചേരണം. ഇന്ന് മുതൽ നിങ്ങൾ കാണുന്ന ആരെയും ഒന്ന് സ്മൈൽ ചെയ്ത് ഒന്ന് നോട്ട് ചെയ്യണം, ഒന്ന് വിഷ് ചെയ്യണം. I tell you, there will be a miracle in every step that you take. Let us make India smile. കർത്താവ് അനുഗ്രഹിക്കട്ടെ. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ഈ ശനിയാഴ്ച കോലഞ്ചേരിയിൽ 2015 ജനുവരി 31 ശുശ്രൂഷകൾ രാവിലെ 10 സെയിൻറ്റ് പീറ്റേഴ്സ് കോളേജ് ഇൻഡോർ സ്റ്റേഡിയം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും പിറവത്ത് 2015 ഫെബ്രുവരി 7 അടുത്ത ശനിയാഴ്ച ശുശ്രൂഷകൾ രാവിലെ 10 മാം ഓഡിറ്റോറിയം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് തൃശ്ശൂർ 2015 ഫെബ്രുവരി 12 മുതൽ 15 വരെ വ്യാഴം, വെള്ളി, ശനി, ഞായർ ശുശ്രൂഷകൾ രാവിലെ 10 വൈകിട്ട് 6 കാസിനോ ഓഡിറ്റോറിയം, ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപം. ആരാധന, വിടുതൽ ശുശ്രൂഷ, വചന പ്രഘോഷണം. തങ്കു ബ്രദറും തോമസ് കുട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. പാടുമെന്റെ നാഥനായി നവകീർത്തനം ഇനി എന്നുമേ നിറയുന്നെൻ ഹൃദയമാകെ നന്ദിയാ. യേശുനാഥൻ ശാപമാകെ ഏറ്റതാ, മുള്ളുകൊണ്ടുള്ളോർ മുടിയായി ഏറ്റതാ. സമൃദ്ധിയേകിടാൻ ദരിദ്രനായതും ജീവനേകാൻ ഉയർത്തെഴുന്നതും. എൻ പാപവും ശാപവും ഒഴുകി ദൂരെയാ, ഞാൻ സൗഖ്യമാ.